ഇതിൻ്റെ പേര് വെള്ളരിമാങ്ങ എന്നാണ്. ഇത് പച്ചയിൽ പുളി കുറവാണ്. ഇതിനെ തൈ കൊടുത്തിന് 850 രൂപ ഞാൻ ഇത്രയും മാങ്ങളെ തൈ കൊടുത്തിരുന്നു ഉണ്ട്. ശരിക്കും ഇതിൽ 3-4 വെറൈറ്റി ഉണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം എല്ലാ വലിയ വലിയ നഴ്സറികളും പിന്നെ പ്രമുഖ നഴ്സറികളും നമ്മുടെ അടുത്ത് നിങ്ങൾ തൈകൾ എടുക്കുന്നുണ്ട്. എന്തായാലും അവർ കൊണ്ടുപോയാലും ഇവിടുന്ന് വാങ്ങിയാലും എന്തായാലും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ ഞാൻ അവർക്കൊക്കെ കൊടുക്കുന്നുള്ളൂ. എന്തായാലും ഇവിടെ പൂർണ്ണമായിട്ടും ഇവിടെ പൂർണ്ണ റിസൾട്ട് ഉള്ളതാണ്. നമുക്ക് ഹോൾസെയിലായിട്ടും കൊടുക്കാൻ പറ്റും. ഹോൾസെയിലായിട്ടും കൊടുക്കാം. ഇതൊക്കെ ജപ്പാൻ പേരൻ്റെ ചെറിയ തൈകളാണ്. നല്ല തൈകളാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിനെ പൂവിട്ടതെല്ലാം ഉണ്ടാവും. ഇത് നമുക്ക് ഒരു 200 രൂപ കൊടുക്കാം. ജപ്പാൻ പേരൊന്നും 200 രൂപയ്ക്ക് എവിടെയും കൊടുക്കുന്നില്ല. 200 രൂപ കൊടുക്കാം. നല്ല തൈകളാണ്, കുഴപ്പമൊന്നുള്ള തൈകളൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം സൈസുള്ള തൈകൾ തന്നെയാണ്. എന്താണ് ഈ ഒരു പേരൻ്റെ പ്രത്യേകത മറ്റു പേരകളിൽ നിന്ന്? നല്ല സൈസും കൂടുതലാണ്, ക്രിപ്സിയാണ്. ഞാൻ കഴിച്ചതിൽ പറ്റിയ ഏറ്റവും സ്വീറ്റുള്ള നല്ല കഴിക്കാൻ ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഇതാണെന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. വിയറ്റ്നാമിലെ 250 രൂപേൻ്റെ തൈയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈകൾ തന്നെയാണ്. നല്ല ബുഷിയാണല്ലോ. ബുഷ് തൈകളാണ്, ബുഷ് തൈകളാണ്. 250 രൂപേൻ്റെ തൈയാണ്. ഇതൊക്കെ റിസൾട്ട് നമുക്ക് എത്ര സമയം അടുത്ത വർഷം എന്തായാലും കൊടുക്കാം. ഷുവറാണ്. ഇതാണ് അലബാസ് സഫേദ് എന്ന് പറഞ്ഞ പേരാ. ഇതാണ്ട് പൂവൊക്കെ വരുന്നുണ്ട്. ഇത് 100 രൂപ കൊടുക്കണം കേട്ടോ. വൈറ്റ് ആണല്ലേ? 100 രൂപ കൊടുക്കണം. ഇത് നമ്മൾ വെരിഗേറ്റഡ് സപ്പോട്ട, മിലിറ്ററി കളർ. ഇതിലൊക്കെ പൂവുള്ളുണ്ട് കേട്ടോ. ഇതാ പൂവുണ്ട്, പൂവും കായൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ 250 രൂപ കൊടുക്കണതാണ്. ഇതാണ് 150 രൂപ കൊടുക്കണം. ദൽഹാരി ചാമ്പ 150 രൂപ. ഒരു തൈ ഒന്ന് എടുത്ത് പിടിക്കും, ഒന്നിച്ച് പിടിക്കുമ്പോൾ നമുക്ക് തൈൻ്റെ ഒരു 150 രൂപ കൊടുക്കണ ദൽഹാരി. നല്ല തൈകളാണ്. പിന്നെ അരസാബോയ് ഇതാ, നല്ല തൈകൾ, പൂവൊക്കെ വരാനായ തൈകളാണ്. ഇത് 250 രൂപ കൊടുക്കണേ. അതേ തൈകൾ തന്നെ തങ്ങൾ ചെറുത്, അത്യാവശ്യം നല്ല തൈകൾ തന്നെയാണ്. ഇത് 100 രൂപ കൊടുക്കാം. അരസാബോയ് ആണ്, ജ്യൂസ് അടിക്കാനാണ് ഇത് പറ്റുള്ളൂ. നല്ല ഫ്ലേവറാണ്, അടിപൊളി സംഭവം. ഒരു യെല്ലോ കളർ ഫ്രൂട്ട് അല്ലേ? അതെ, വലിയ പഴമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കംബോഡിയൻ ജാക്കിൻ്റെ ഒരു ഇതാണ്, ഹോം ഗ്രൗണ്ട് തൈകളാണ്. ഒന്ന് എടുത്ത് പിടിക്കുക അതിൻ്റെ സൈസ് ഒന്ന്. ഇത് ഹോം ഗ്രൗണ്ട് തൈകളാണ്. ഇതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കായ്ക്കണ നല്ലൊരു വെറൈറ്റി പ്ലാവാണിത്. അടുത്ത വർഷം തന്നെ കായ്ക്കും, ഒരു വർഷം കൊണ്ട് കായ്ക്കും. ഇതിനൊക്കെ എങ്ങനെ റേറ്റ്? ഇത് ഹോം ഗ്രൗണ്ട് തൈയാണ്, അതുകൊണ്ട് ഇതിൻ്റെ വില 300 രൂപ വിലയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന തൈകളുണ്ട്, നമ്മൾ തന്നെ ഉണ്ടായി ചെയ്യിപ്പിക്കുന്ന തൈകൾ ഇവിടെ 250 രൂപക്ക് നല്ല അടിപൊളി തൈകൾ. റിസൾട്ട് രണ്ടും ഒരേപോലെ തന്നെ, രണ്ടും പെട്ടെന്ന് കായ്ക്കും. പക്ഷെ ടേസ്റ്റിൽ ഒന്നും കൂടി ബെസ്റ്റ് ഇതാണ്, കംബോഡിയനാണ്, സംശയവുമില്ല. കംബോഡിയൻ്റെ തൈകൾ ഇഷ്ടം പോലെ നിറയെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 250 രൂപ. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. 2 ദിവസം കൊണ്ട് ചക്ക മുറിക്കണ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഓക്കെ. എന്താണ് ബാലിച്ചാമ്പയാണിത്. നമ്മൾ ഉമ്മർചാമ്പനെ ഏറ്റവും കടപിടിക്കുന്ന ഒരു ചാമ്പയാണ്. പക്ഷേ ഉമ്മർചാമ്പൻ്റെ കഴിഞ്ഞ ആഴ്ച തൊട്ട് ബാക്കിലുള്ള ആള് നിറയെ പൂവിട്ട തൈകൾ കേട്ടോ. ഇതാ നമുക്കൊരു 600 രൂപ കൊടുക്കാം. ഇത്രയും വലിയ തൈ ഇഷ്ടം പോലെ ഉണ്ട് പൂവിട്ടത്. ഇനിയിപ്പോൾ അതാ ദൽഹാരി ചാമ്പതാ, ഫുൾ കായോട് കൂടി കേട്ടോ. ദൽഹാരി എന്താണ്ടോ അതിൻ്റെ ഷേപ്പ് തന്നെ കണ്ടോ, ഉണ്ടല്ലേ? പിടിച്ചു നോക്കി, ഉണ്ടാ നല്ല രസമുള്ള ഷേപ്പ്. ഇതാണ് ദൽഹാരി. അതുകൊണ്ട് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ കായുള്ള തൈകൾ. ഇതൊക്കെ എങ്ങനെ വരുന്ന റേറ്റ്? ഇതൊക്കെ നമ്മൾക്കൊരു 1200 രൂപക്ക് ഇതാ കായോട് കൂടി. ദൽഹാരി ചാമ്പൊന്നും ഈ വലുപ്പമുള്ള തൈകൾ ഇത്രയും കായവും പൂവോട് കൂടിയിട്ടും എവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സീഡ്ലെസ് ആണ് വരുന്നത്? സീഡ്ലെസ് തന്നെയാണ്. ഇതും മുമ്മർ, ദൽഹാരി, മറ്റേ ബാലിയൊക്കെ സീഡ്ലെസ് തന്നെയാണ്. ഇതിൽ ഇടയ്ക്കൊരു സീഡ് കിട്ടാറുണ്ട്, ഇടയ്ക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതെന്താണോ നല്ല തൈകളാണ്. ഇത് നമുക്കിത് 1200 കൊടുത്തിട്ടാണ് നമുക്കൊരു ഓഫർ ലെവലിൽ 1100 രൂപക്ക് ഇത് കൊടുക്കാം. ഫുൾ കായോട് കൂടിയിട്ടാണ്, നിറയെ കായുണ്ട്. ഇതിൻ്റെ പേര് വെള്ളരിമാങ്ങ എന്നാണ്. ഇത് പച്ചയിൽ പുളി കുറവാണ്. പക്ഷെ ഇതെന്താ പറയുക, ഇത് ഏകദേശം ഞാൻ 1.5 മാസം ഇതിൻ്റെ പഴം പറിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ സീസൺ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റായിട്ട് കായ്ച്ച മാവ് ഇതാണ്. ഇതിന് നിറയെ ഒക്കെ പറിച്ച് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇത് ലാസ്റ്റ് വരുന്ന മാങ്ങകളാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇനി തൈ ഉണ്ടാക്കിയിട്ട് വേണം, കാരണം ഇതിൻ്റെ വേര് അടിയിൽ പോയിട്ടുണ്ട്. എന്തായാലും ഈ തൈ കൊടുക്കാൻ കഴിയില്ല. പിന്നെ ഇതാ കണ്ടോ, ഇതാണ് നമ്മളെ മറ്റേ ആപ്പിൾ റുമാനി എന്ന് പറഞ്ഞ മാങ്ങ. കണ്ടോ കണ്ടോ, ആപ്പിൾ റുമാനി. ഇതൊക്കെ നമുക്കിപ്പോൾ കൊടുക്കാനുള്ള, ഇത് കൊടുക്കാനുള്ള മാവാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇതേപോലെ പൂവിട്ട് ഒരുപാട് തൈകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഏതാ മാങ്ങ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് സമയം ഇവിടെ ഒന്ന് എന്തായാലും വെച്ചിട്ട് പിന്നെ ഞാൻ കൊടുക്കണം. അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത്. ഇതിന്റെ കൂട്ടത്തിൽ 10-15 തൈ ഉണ്ടായിരുന്നു, എല്ലാവരും കൊണ്ടുപോയി. ഇതിന്റെ തൈ കൊടുത്തിന് 850 രൂപ ഞാൻ ഇത്രയും മാങ്ങളെ തൈ കൊടുത്തിരുന്നു. എല്ലാവരും കൊണ്ടുപോയി കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ കുറച്ച് തൈകളും കൂടെ ഇവിടെ ഉണ്ട് പൂവുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ ഇനി ബാക്കി
അവിടെ ഉള്ളത് തൈകൾ പൂട്ടത് കൊടുക്കുക, ഈ തൈകൾ കുറച്ച് കഴിഞ്ഞ് കൊടുക്കും. ഇതാണ് കമണ്ടലു, കളഭാഷ് എന്നൊക്കെ പറയും. പണ്ട് മുനിമാരൊക്കെ പാത്രത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ബോൾ ടൈപ്പിലാണ് കുറച്ചും കൂടി വലിയതായിട്ട് വരുന്നത്. അത് എന്റെ കയ്യിലുണ്ട്. ഇത് ഓവൽ ടൈപ്പ് ആണ്, കണ്ടോ. ഇതിന്റെ ബോൾ ടൈപ്പിന്റെ അടുത്ത് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ തൈകളുണ്ട്. ചെറിയ ആളുകൾ ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇതിന്റെ തൈകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പൊ ഇതിന്റെ തൈകൾ ഇഷ്ടംപോലെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ തൈകൾക്കൊക്കെ റേറ്റ്? 150 രൂപ 200 രൂപ ഒക്കെ തൈന് വിലയുള്ളൂ. പക്ഷെ ഒരു 2 വർഷം കൂടെ എന്റെ സാധനം കായ്ക്കും. വീടിന്റെ മുന്നിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ്. ബോൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു ഫുട്ബോളിന്റെ സെയിം വലുപ്പത്തിലാണ് ഇത് വരിക. ഇത് വേറെ ഒന്നിനും നമുക്ക് പറ്റില്ലല്ലോ കഴിക്കാനൊന്നുമില്ല. ഇതിന്റെ പിന്നെ ഇതിന് വേറെ പേരും കൂടെ ഉണ്ട്, എന്താ വൈൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ളത് എടുത്തിട്ട് വൈൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. എന്തായാലും പിന്നെ വീടിൻ്റെ മുന്നിൽ ഭംഗിക്ക് വെക്കാൻ നല്ലൊരു സംഭവമാണ്. പണ്ടത്തെ ഒരു ചരിത്ര സംഭവം കൂടെ അല്ലേ, അതിൻ്റെ ഒരു ഇതുണ്ടെന്ന് മാത്രം. അതാണ് സുരിനാം ചെറി ബ്ലാക്ക്. അതായത് ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, പിന്നെ റെഡ്, പിന്നെ ബ്ലാക്കിലേക്ക് മാറി വരികയാണ്. ആവുന്നേ ഉള്ളൂ. ബ്ലാക്ക് സുരിനാം ചെറി ഇവിടെ ഉണ്ട്, തൈകളാണ് അവൈലബിൾ. എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ റെഡ് കളറിന് എന്താ വെച്ചാൽ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റാണ് വരുന്നത്. പക്ഷെ ബ്ലാക്കിന് നല്ല ടേസ്റ്റുമാണ്, നല്ല അലിഞ്ഞും കിட்ட ഇറങ്ങും. അങ്ങനത്തെ എന്തൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ തൈയൊക്കെ കൊടുക്കാനുള്ളതാണോ? ആ തൈയും വേണമെങ്കിൽ കൊടുക്കാം. ഇനി നല്ല തൈകള്, ഗ്രാഫ്റ്റ് ചെയ്ത തൈകളും ഉണ്ട്. സീലിംഗ് തൈകളൊക്കെ 200 രൂപ കൊടുക്കാം. നല്ല തൈകളുണ്ട് ഇവിടെ സ്റ്റോക്ക്. ഇത് 4 സീസൺ ലോങ് ആണ്. ഇത് മണ്ണിൽ നട്ടതാണ്. അതേപോലെ ഇതാ ഇതില് പിന്നെ കണ്ട കായ്ച്ചു, പിന്നെ പൂത കായതാ വരുന്നത്. റിസൾട്ട് ഇപ്പൊ എത്ര സമയം? ഇതിന്റെ നല്ല 1 വർഷം കൊണ്ട് റിസൾട്ട് വരുന്ന ഒരു സംഭവമാണ് 4 സീസൺ ലോങ്ങിന്. വൈറ്റ്, റൂബി, പിങ്കോം, അതേപോലെ ഡബിൾ ലോങ്ങിനൊക്കെ 1 വർഷം കൊണ്ട് കായ്ക്കണ ഇനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ നല്ല ഫ്രൂട്ട്സ് നമ്മൾക്ക് വീഡിയോ കാണിക്കാം. നല്ല അടിപൊളി പ്ലാന്റുകൾ ഉണ്ട് ഇവിടെ. കായോട് കൂടിയിട്ട് നമുക്ക് 2500 രൂപക്ക് വലിയ പ്ലാന്റുകൾ കൊടുക്കാം. 2000 രൂപക്ക് നമ്മൾ കായ്ച്ചത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ അവിടെ കാണിക്കാം നമുക്ക് കേട്ടോ. ഇതാണ് പർപ്പിള് സീത. ഇത് കാബാര പർപ്പിൾ കളറാണ് വരുന്നത്. ഇപ്പം നിറയെ കണ്ടോ ഈ ഒരു മരത്തിൽ എത്ര കായെന്നറിയോ? ഒരു ഏകദേശം ഒരു 19-60 കായ ഇപ്പോൾ ഈ മരത്തിലുണ്ട്. മുകളിലും ഇതാ ചെറുതും വലുതൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഒരു റിസൾട്ടുള്ള സംഭവമാണ്. പർപ്പിളാണെങ്കിലും സീതപ്പഴത്തിൻ്റെ എല്ലാ വെറൈറ്റീസും ഇതാണ്. പക്ഷേ സീതപ്പഴത്തിൻ്റെ തൈകളൊന്നും എന്താ വെച്ചാൽ ഒരു കാണാനൊരു നല്ല തൈകളില്ല. മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഈ തൈകൾ നല്ല സെറ്റാണ്. കാരണം ഈ ചെടിയൊക്കെ ഒരു കുഴപ്പം, എപ്പോഴും കുറച്ച് ഇല കുറവല്ലേ, അതിൻ്റെ തൈകൾ ഇതേപോലെ തന്നെ കാണും. പക്ഷേ കായപ്പിടുത്തത്തിന് ഒരു കുറവില്ല, ഇഷ്ടംപോലെ കായ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. മേലൊക്കെ ഉണ്ട്. ചാമ്പകളൊക്കെ ഏത് വെറൈറ്റി ആണ്. വലിയ വലിയ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. നിറയെ കായുള്ള എല്ലാ വെറൈറ്റി ഉണ്ട്. ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ദല്ലാരി ഉണ്ട്, ഉമ്മറുണ്ട്, എല്ലാം കായ്ച്ചതുണ്ട്. ഇഷ്ടംപോലെ ഫ്രൂട്ടോട് കൂടെ കൊണ്ടുപോകും. വുഡ് ആപ്പിള് എന്താ പ്രത്യേകത? ഇതൊരു ഫ്രൂട്ടാണ്. ഇത് പിന്നെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഒരു കണ്ടാലൊരു വുഡ് മാതിരിയാണ്, മരം പോലെയാണ് അതിന്റെ പഴത്തിന്റെ ഷേപ്പ് കണ്ടാലും, മരം കൊണ്ടുണ്ടാക്കിയ പോലെ. എന്തായാലും നിറയെ പൂക്കണുണ്ട്. ഇതാ കായൊക്കെ പിടിച്ചോ, ഇഷ്ടംപോലെ കായുണ്ട്. ഇതിൻ്റെ അകത്ത് പെട്ടതാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. എന്തായാലും വുഡ് ആപ്പിളാണിത്. ഇതിന്റെ തൈകൾ വേണമെങ്കിൽ കൂടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. എത്ര രൂപ മുതലാണ് ഇതിന്റെ തൈകൾ? 450 രൂപ വരുന്നുണ്ട്. ഗ്രാഫ്റ്റ് തൈയാണ്. കണ്ടോ അത്രയും ചെറുതന്നെ കായ്ക്കല്ലേ, കണ്ടോ. എനിക്ക് കൂടുതൽ ഇതിനുള്ളത് നമ്മളെ സീറ്റിലൂയൊക്കെ വരുന്ന പോലെ അല്ലേ. നല്ല സ്മെല്ലും ഉണ്ട്. സ്മെല്ലുണ്ട്. വൈറ്റ് ഞാവലിന്റെ പൂവ് തന്നെ പറയല്ലേ, ഇല പൂ മാത്രമായിട്ടുള്ള തൈകൾ വലിയ പ്ലാന്റ് കേട്ടോ. ഇത് ഹെവി പ്ലാന്റ് ആണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് തോന്നുന്നല്ലോ അതൊക്കെ. അതെ അതെ, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാത്തിലും പൂവുണ്ട്, നല്ല കായ പിടിച്ചു. ഇതൊക്കെ എങ്ങനെ ഈ തൈകൾക്ക് റേറ്റ്? ഇതിന്റെ തൈകൾക്ക് ഒരു 850 രൂപ വില വരും. ഓക്കെ, വലിയ പ്ലാന്റ് ആണ്, ചെറുതല്ല. ഇതാണ് മേമി സപ്പോട്ട. അതായത് 2 കിലോ വരെ ഒരു സപ്പോട്ട വരും. ഇതിന്റെ തൈകളൊക്കെ ലെയർ തൈകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. സീഡ്ലിംഗ് തൈകൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇതുണ്ടോ, ഇത് തടിമലാണ് പിടിക്കുക. ഇതൊരു 2 കിലോ വരെയാണ് ഒരു സപ്പോർട്ട് വരും കേട്ടോ. അതൊക്കെ കായ് പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ 2 വർഷമാണ് ഇതിന്റെ മൂപ്പ് ഒരു പഴം ഉണ്ടായാൽ. പക്ഷെ ഇത് കണ്ടിന്യൂ ആയിട്ട് ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് 2 വർഷത്തിനെ കാത്തിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിന്റെ ബാക്കിൽ അതിന്റെ ചെറുതായിട്ട് വരും. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ. കായ് പിടിച്ച് വരുന്നുണ്ട്. പിന്നെ സെറ്റായി വരുന്നേ ഉള്ളൂ. അതിലൊക്കെ ഉണ്ടോ, തടിയിലൊക്കെ പൂ വരുന്നു. തടിയിൽ പൂ താഴെ നല്ല നിലത്ത് മുട്ടിയിട്ട് വരെ കായകൾ വരുന്നു. അതൊക്കെ കായ് വരും കേട്ടോ. അതാ നല്ല ടേസ്റ്റുള്ള ഒരു ഇനാണിത്. പാൻറ്റീൻ എന്ന് പറഞ്ഞ ഇനാണ് ഇതുള്ളത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല ഫ്രൂട്ടാണ്. ഇതുണ്ടോ, ഇത് നമ്മൾ സ്കൂൾ ബോയ് എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ്റെ തൈകളാണ്. N8 അതേ ഗുണം കിട്ടുന്ന നല്ല തൈകളാണ് സ്കൂൾ ബോയ് എന്ന് പറഞ്ഞാൽ. നല്ല റിസൾട്ടുമാണ്, പൊഴിച്ചിലൊക്കെ കുറവുള്ള സാധനമാണ്. അതുകൊണ്ട് അത്രയും വലിയ തൈകൾ നമ്മൾ 300 രൂപക്കാണ് കൊടുക്കുന്നത്. ഇത്രയും വലിയ തൈകൾ ഇതൊക്കെ ശരിക്കും 400 രൂപ 450 രൂപ കൊടുക്കാൻ പറ്റുന്ന തൈകളാണ്. ഇതിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇതാ
ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇത് സ്ട്രോബെറി പേര യെല്ലോ കണ്ടോ, ഇതാണ് ഞാൻ സ്ട്രോബെറി പേര യെല്ലോ എടുക്കാൻ പറയാനുള്ള ഒരു കാരണം. അതാണ് കണ്ടോ, അതിന്റെ സൈസ് കണ്ടോ, ഒരു കുഞ്ഞൻ പേരന്റെ സൈസ് തന്നെ വരുന്നുണ്ടല്ലോ. ഇത്രയും സൈസ് വരുന്നുണ്ട് ഒരു പേരക്ക. ഇതിപ്പോ റെഡ് ആണ്, ഇതിന്റെ 1/3 ഉണ്ടാവുള്ളൂ. പിന്നെ പർപ്പിൾ ഫോറസ്റ്റ് പോയി ഇതിൽ 1/3 ഉണ്ടാവുള്ളൂ. പക്ഷെ അത് എനിക്ക് നല്ല കായ്ക്കുന്നുണ്ട്, നിറയെ കായ്ക്കുന്നുണ്ട്. പക്ഷെ ഇതും എല്ലാം നിറയെ കായ്ക്കും. പക്ഷെ ഇതാണ് എല്ലാവരും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഇത്. കാരണം നമ്മൾ നല്ല കായോട് ഇതൊക്കെ കായുണ്ടോ, കായോട് കൂടി തൈ എന്താ പുതിയ ഫ്ലവർ വരുന്നതാണ്ടോ, പുതിയ ഫ്ലവർ വരുന്നു. നമ്മൾ അവിടെ കണ്ടില്ല, നേരത്തെ കണിച്ചമാരൊക്കെ ഉണ്ടല്ലോ, എത്ര കായായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് വെച്ച് പിടിപ്പിക്കുക. ഇതിന്റെ ടേസ്റ്റ് ഇന്ന് കഴിച്ചിട്ട് പറയുന്നുണ്ട്. നല്ല റിവ്യൂ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ 100%. നമുക്കൊന്ന് കഴിക്കല്ലേ, കട്ട് ചെയ്യാം. കത്തിരിക്കണോ? കത്തിയെടുക്കാം. അപ്പോൾ സ്ട്രോബെറി പേര കട്ട് ചെയ്യാണ്. നമുക്ക് കട്ട് ചെയ്ത് നോക്കല്ലേ എങ്ങനെയാണ് അതിന്റെ ഉള്ളിലത്തെ സീഡും കാര്യങ്ങളൊക്കെ കൂടി നോക്കണം. സീഡ് ഉണ്ടാവും, പക്ഷെ സീഡ് ഉണ്ടായാലും നമുക്ക് അത്ര പ്രശ്നമില്ല. അതിനു വേണ്ടി മറ്റേ ഈ ഇതുണ്ടല്ലോ റെഡിനൊക്കെ സീഡ് ഭയങ്കര പ്രശ്നമാണ്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കി, നല്ല ഒറിജിനൽ റിവ്യൂ എന്ന് പറയും. നമുക്കൊന്ന് കഴിച്ചു. ഇതിന്റെ ഫ്ലേവർ ആണ് അതിന്റെ പ്രത്യേകത. ഞാനും ആദ്യമായിട്ടുണ്ട് ഇത് കഴിക്കുന്നത്. ഫ്ലേവർ ആണ് അതിന്റെ പ്രത്യേകത. പുളിയോട് കൂടിയ മധുരമാണ് അല്ലേ, പക്ഷെ ഫ്ലേവർ എങ്ങനെയുണ്ട്? പ്യുവർ മധുരം എന്നല്ല കേട്ടോ, പക്ഷെ നല്ലൊരു ഫ്ലേവറാ കിട്ടുന്നത്. ജെല്ലി പോലെയാണ് ഉൾവശം വരുന്നത് കേട്ടോ. പുളി മധുരം, പുളി മധുരമാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് നല്ലൊരു ഫീൽ ചെയ്യണ സംഭവം, നല്ല അടിപൊളി ഫ്രൂട്ട് തന്നെ, നല്ല ഭയങ്കര സംഭവമാണ്. ഉൾഭാഗം നല്ല ജെല്ലിയാണ് കേട്ടോ. ഇതാണ് ഫിംഗർ ലെമൺ. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ വിദേശത്തൊക്കെ ഇതിൻ്റെ ഭയങ്കര സംഭവമാണിത്. ഇത് ശരിക്കും സലാഡിലിടുന്ന ഉപയോഗിക്കുന്ന സംഭവമാണ്. സലാഡ് ഫ്രൂട്ട് എന്നായിട്ട് തന്നെ പറയാം. ഫ്രൂട്ട് എന്നല്ല, ലെമണാണ്, വെറൈറ്റിയാണ്. ഇലകൾ കണ്ടാലൊന്നും അതുപോലെ തോന്നൂല. ഇതിൻ്റെ 2-3 വെറൈറ്റി ഉണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ 2 വെറൈറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ പർപ്പിൾ കളർ ഉണ്ട്. പർപ്പിൾ കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആയിട്ടാണ് വരുന്നത്. അത് ശരിക്കും ഇതിൻ്റെ ഡബിൾ നീളം വരും. അത് ഇതിൻ്റെ തൈകളും ഉണ്ട്, ഇതിൻ്റെ തൈകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് സെയിം പർപ്പസ് ആണ്. ഇതിൻ്റെ പിന്നെ ലെമണിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. പുളിയുണ്ട്, പിന്നെ എങ്ങനെയാ പറയാ, പക്ഷെ ഇതിങ്ങനെ ഇത് കായ് വരുന്നത്, ഇതിൽ ചെറിയ കായ് വരുന്നത്, പിന്നെ പൂവ് വരുന്നത്. അതാണ് ചെറിയ പൂക്കളാണത്, കാണാൻ വേണ്ടി ഉണ്ടല്ലോ. അതാണ് ചെറിയ കായ ഉണ്ടോ, ഇതൊരു ഓൾ സീസൺ വെറൈറ്റി ആണ്. ഇതൊരു ഓൾ സീസൺ ആണ്. ഇതിന്റെ തൈകളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൊടുക്കും. ഇതിന്റെ തൈകൾ, ഇതിന്റെ 2 വെറൈറ്റിയുടെ തൈകൾ ഇപ്പം ഉണ്ട്. ശരിക്കും ഇതിൽ 3-4 വെറൈറ്റി ഉണ്ട്. അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഈ വെറൈറ്റിയും പിന്നെ റെഡും അല്ല ബ്രൗണും അല്ലാത്തൊരു ഡാർക്കായിട്ട് ഒരു കളർഫുള്ളാണ്. അത് കുറച്ച് ഇതിന്റെ ഡബിൾ നീളവും വരും. അത് വേറെ ഒന്നും കൂടി ഭംഗിയാണ്. ഇത് നമ്മൾ 350 രൂപ കൊടുക്കുന്നത്. നല്ല തൈകളാണ്, ഇഷ്ടംപോലെ തൈകളുണ്ട്. ഏകദേശം ഒരു 6 മാസം കൊണ്ട് ഈ തൈകൾ കായ്ക്കും. ഇതിൻ്റെ തൈകൾ നമ്മൾ ഈ 350 രൂപ കൊടുക്കുന്ന തൈകൾ ഒരു 6 മാസം കൊണ്ട് കായ്ക്കും. അപ്പോൾ നമ്മളടുത്ത് അത്തിയുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ, അതായത് കേരളത്തിൽ തന്നെ ഇത്രയും കളക്ട് ചെയ്തൊരു വ്യക്തി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചില സ്ഥലത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ അറിവിൽ ഇത്രയും, കാരണം ഒരുപാട് അത്തികൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ എനിക്ക് വന്നത് മൊത്തം പുറത്തുനിന്ന് വന്ന അത്തികളാണ്. ഏകദേശം 10-12 വെറൈറ്റികളും ഇപ്പം ഉണ്ട്. പിന്നെ ഒരു 10 വെറൈറ്റി പുതിയത് വന്നിട്ടുണ്ട്. അതൊന്നും സെയിലിനുള്ള ഇതിലെത്തിയിട്ടില്ല. അപ്പോൾ ഏകദേശം അറേബ്യൻ വെറൈറ്റീസ് ആണ്. അറേബ്യൻ വെറൈറ്റി, ഈജിപ്ഷ്യൻ ഉണ്ട്, പിന്നെ ഇന്തോനേഷ്യ ഉണ്ട്, പിന്നെ സൗദിയിൽ നിന്ന്, UAE നിന്ന്, അഫ്ഗാനിൽ നിന്ന്, പിന്നെ US നിന്ന് ഒക്കെ കളക്ട് ചെയ്ത വെറൈറ്റികളാണ്. അത് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ നമ്മളെല്ലാം കായ്പിച്ചു. എല്ലാ റിസൾട്ട് നമ്മളിവിടെ വരുത്തിച്ചാണ്. അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. പക്ഷേ ഈ എന്തെങ്കിലും ചെയ്ത് കാണാൻ ഇത് കായ്ക്കൂല. നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ പിന്നെ വളങ്ങൾ കൂടുതൽ കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ വളങ്ങൾ കൊടുക്കാനോ ഒന്നുമല്ല. വെയിലാണ് ഇതിന് മുഖ്യം. പിന്നെ മഴ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. മഴ കൊള്ളാണ്ടിരിക്കാനും പോട്ടിൽ ചെയ്തിട്ട് നമ്മൾ പിന്നെ മഴക്കാലത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പോളി ഹൗസ് ഇതേപോലെ ഷീറ്റ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വരുമാനം കിട്ടും. നിങ്ങൾക്കറിയാം, ഒരു 4 അത്തിപ്പഴമൊക്കെ നമ്മൾ പൂനെയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. 4 അത്തിപ്പഴത്തിനൊക്കെ അവിടെ 100-150 രൂപയ്ക്കാണ് പഴം വാങ്ങുന്നത്. അത്രയും വലിയ പഴങ്ങളാണ് നിങ്ങൾ കായ്ക്കുന്നത്. അപ്പോൾ ഇതൊരു വാണിജ്യാടിസ്ഥാനത്തിലും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. എന്തായാലും ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ നല്ല വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ കേരളത്തിൽ കുറേ അന്വേഷിച്ചിട്ടും ഇപ്പോൾ ഏകദേശം എല്ലാ വലിയ നഴ്സറികളും പിന്നെ പ്രമുഖ നഴ്സറികളും നമ്മുടെ അടുത്തുള്ള തൈകൾ എടുക്കുന്നുണ്ട്. എന്തായാലും അവർ കൊണ്ടുപോയാലും ഇവിടുന്ന് വാങ്ങിയാലും എന്തായാലും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ ഞാൻ അവർക്കൊക്കെ കൊടുക്കുന്നുള്ളൂ. എന്തായാലും ഇവിടെ പൂർണ്ണമായിട്ടും ഇവിടെ പൂർണ്ണ റിസൾട്ട് ഉള്ളതാണ്. നമുക്ക് ഹോൾസെയിലായിട്ടും കൊടുക്കാൻ പറ്റും. ഹോൾസെയിലായിട്ടും കൊടുക്കാം. കണ്ടില്ലേ, ഇത് കായ്ക്കണ്ടില്ലേ? ചിലരൊക്കെ പറയും ഇവിടെ അത്തി കായ്ക്കൂല, അതാണ് ഇതാണ്. എനിക്ക് തോന്നുന്നു അത്തിയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നോക്കണം. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മെഡിസിൻ പ്ലാന്റും കൂടെയാണ്. അതുകൊണ്ട് മെഡിസിൻ പ്ലാന്റുമാണ്, കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റുമാണ്, യൂസ് ചെയ്യാൻ എല്ലാത്തിനും ഒരു പ്രത്യേക സംഭവമാണ്. നിറയെ കായ്ക്കും ചെയ്യും, കൊലകുത്തി കായ്ക്കും ചെയ്യും. അത്തിന്റെ എത്ര വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്? ഏകദേശം ഒരു 10-12 വെറൈറ്റി ഇപ്പോൾ ഉണ്ട്, സെയിലുണ്ട്.
പിന്നെ ഒരു 10ഓളം വെറൈറ്റി പുതിയത് വന്നിട്ടുണ്ട്, സെയിലൊന്നും ആയിട്ടില്ല. അതിന്റെ റിസൾട്ട് കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഹോൾസെയിലായിട്ട് ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പാർട്ടി എൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒക്കെ തൈകൾ നമ്മൾ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കണതാണ്. നമ്മൾ തന്നെ ഇവിടുന്ന് ചെയ്യുന്നതാണല്ലേ. എത്ര പ്ലാന്റ്സ് വേണമെങ്കിലും സെയിലുണ്ട്, വെറൈറ്റി പ്ലാന്റ്സുകൾ. ഇത് നമ്മൾ പൂന റെഡ് പോലെ തുർക്കി ബ്രൗൺ പോലെയൊന്നും പിന്നെ വില കുറച്ച് കാണാതെ എന്തായാലും കുറച്ചും കൂടെ വില ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ റീറ്റെയിൽ കൊടുക്കണം 350 രൂപക്കാണ്. പിന്നെ അതിൽ തന്നെ 400ൻ്റെ വെറൈറ്റി വേറുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. എന്തായാലും നല്ല തൈകൾ കായ്ച്ചത് വേണമെങ്കിൽ കായ്ച്ചത് കുറച്ച് കഴിയുമ്പോഴത്തേന് റെഡിയാവും. സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയും. ഈ സ്നേക്ക് ഫ്രൂട്ട് എന്ന് വരാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ തൊലി പാമ്പിന്റെ തൊലി പോലെയാണ്. ഓക്കെ. അപ്പോൾ അതിന്റെ തൈകളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് വേറെ വെറൈറ്റിയാണ്. പക്ഷെ ഞാൻ കൊടുന്ന് തൈ ഉണ്ടാക്കിയത് ഒരുപാടുണ്ട്. ഒരു 500ഓളം തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. 250 രൂപ നല്ല വെറൈറ്റിയാണ്. അതിൽ എന്തായാലും ഇത് പുതിയൊരു വെറൈറ്റി, ഇത് വേറെ വെറൈറ്റിയാണ്. 350 രൂപ കൊടുക്കുന്ന തൈകളാണ്. അപ്പോൾ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ തൈകൾ 250 രൂപ കൊടുക്കണം. ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതുകൊണ്ട് വേറൊരു ഉപകാരങ്ങളുണ്ട്. ശരിക്കും വലിയ തോട്ടങ്ങളിലൊക്കെ സൈഡിൽ അരികിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ള് അപാര മുള്ളാണ്. കാട്ടുപന്നി ജന്തുക്കളൊന്നും അങ്ങോട്ട് കയറുമില്ല, 100% ഉറപ്പാണ്. ഇപ്പോൾ ഹൈ റേഞ്ചുകളിലൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അത് മാത്രമല്ല നല്ല അടിപൊളി ഒരു പഴം കിട്ടും. ഇതുണ്ടാ കൊടംപുളി ഫുൾ പൂവോട് കൂടിയിട്ട് ഉണ്ടാ. ഇതൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതൊരു 400 രൂപ കൊടുക്കാം. ഈ ഒരു പ്ലാന്റ് അല്ലേ? എന്താ ഫുൾ പൂവും കായോട് കൂടിയുള്ള പ്ലാന്റുകളാണ്. മറ്റേ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ലോങ്കരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ലോങ്കര ഹോം ഗ്രൗണ്ട് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് പൂവുള്ളത് കൊട്ടംപുളിന്റെ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ പൂവാട്ടോ. കണ്ടോ എല്ലോ എത്ര? 400 രൂപ. 400 രൂപയ്ക്കല്ലേ? ഏതെടുത്താലും അതിലൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ പൂവാണ്ടോ.